ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈകുന്നേരത്തെ വളാഞ്ചേരി പരാഗിലേക്ക് പോകാൻ അവിടെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മോൾക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പട്ടുപാടൊക്കെ വലിപ്പം കുറഞ്ഞു. അപ്പോൾ നാലമ്പലം ചുറ്റാൻ പോകുമ്പോൾ പാവാട ഇടാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തുണി എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. കടയിൽ നിന്നാണെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വീതിയും കിട്ടില്ല, നീളം കിട്ടില്ല. നീളമല്ല, നീളത്തിൻ്റെ പ്രശ്നമല്ല, വീതിയുടെ പ്രശ്നം വരും. നല്ല ഞെറിവിടാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വളാഞ്ചേരി പരാഗിലേക്കാണ് പോകുന്നത്. മോളുടെ അച്ഛൻ വരുന്നവരെ ഞങ്ങൾ കാത്തിരുന്ന കേട്ടോ. വൈകുന്നേരത്തെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വളാഞ്ചേരിക്ക് പോകുന്നു. അവിടെ പരാഗിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് വളാഞ്ചേരി ആദ്യത്തെ പരാഗിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. കസൺ കേന്ദ്രയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോഴത്തെ പരാഗ്. ആദ്യത്തെ പരാഗിൻ്റെ നേരെ ഓപ്പോസിറ്റും. ഇപ്പോൾ വലിയ ഷോറൂമായിട്ട് അവർ ഒന്നിച്ചൊരു ഇതിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മറ്റേത് മേലെയും താഴെയായിട്ടായിരുന്നു. ഞാൻ അവൾക്ക് സെറ്റ് മുണ്ടിൻ്റെ പോലത്തെ ഒരു കസവിൻ്റെ ഇത് എടുക്കാനാണ് വന്നത് കേട്ടോ. അപ്പോൾ ചില തുണികൾ നല്ല നീളത്തിൽ, ഈ തുണി ഒരു മോശം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുക്കാൻ വേറെ നോക്കുമ്പോൾ ചെറിയ ചെക്ക് കളിയായിട്ടുള്ളത് നോക്കിയപ്പോൾ അത് അവൾക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ലൈനായിട്ടുള്ളത് നിർത്തും. അത് നല്ല മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ. ഒരു മീറ്ററിന് 160 രൂപ കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ ഒന്ന് നോക്കുമ്പോണ്ട് ഇത് പാവാടയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കിയതാണ്. അപ്പോൾ അവർ പറഞ്ഞത് സാരിയാണെന്നാണ് പറഞ്ഞത്. അതിനെന്താ മീറ്ററിന് 250 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് എടുക്കാതെ പോന്നു. എടുക്കാൻ ഞാൻ പാവാട അടിക്കണം വിചാരിച്ചു. അപ്പോൾ അവൾക്ക് പറഞ്ഞു എനിക്കിഷ്ടമായില്ല. അതുപോലെ നമ്മൾ പാർട്ടി വെയർ, ലെഹങ്ക, ഇപ്പോഴത്തെ മോഡൽ സറാറ, ഇതൊക്കെ അടിക്കാൻ പറ്റിയ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. വൈറ്റ് നമ്മളെ ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഡ്രസ്സ് ഇടുന്നതായിരിക്കും. അതുപോലെ എന്താ പറയുക, മെഹന്തി കല്യാണത്തിന്, അതുപോലെ മഞ്ഞൾ കല്യാണം, എല്ലാ തരത്തിലുള്ള ഡ്രസ്സ് അടിക്കാനുള്ള മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞങ്ങളിങ്ങനെ അവൾക്ക് ബ്ലൗസ് പീസ് എടുക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് അതൊന്നും പറ്റിയില്ല. കാരണം കുത്തുന്ന തുണികളൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള തുണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് സൈഡിലേക്ക് തന്നെ പോയിട്ടോ. അവിടെ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പീസ് എടുത്ത് നോക്കി ചെക്ക് ചെയ്ത് വരികയാണ് കേട്ടോ. അങ്ങനെ അവൻ മോള് കയറിയിട്ട് ഓരോ പീസ് ഞാൻ പറയണ ഇങ്ങനെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കളർ ഇഷ്ടമായി, പക്ഷെ അത് ഇത് തോന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മെറൂൺ ആക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഈ ഒരു കളർ കണ്ടത് കേട്ടോ. അത് ഞങ്ങൾ വേഗം പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ഇത് മതിയാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ച മെറ്റീരിയൽസിലായിരുന്നു ഒരു മീറ്ററിന് 60 രൂപ, 40 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ബ്ലാക്ക് കളർ നല്ല ഇഷ്ടമായി. അപ്പോൾ എൻ്റെ അടുത്ത് എമൗണ്ട് തികഞ്ഞില്ല. അപ്പോൾ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ലൈസും കാര്യങ്ങളും വേണമെന്നുണ്ട്. അതും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊന്നിനും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. വേറെ കട എന്ന് പറഞ്ഞിട്ടില്ല. അതിനനുസരിച്ചുള്ള ലൈനിങ്ങും അതുപോലെ സ്റ്റോണും ലേസും പിന്നെ എന്താ പറയുക എല്ലാം ഉണ്ട് അവിടെ. അതുപോലെ നമ്മൾ ബാക്കിൽ കയറിന് കിട്ടുന്ന കുഞ്ചലങ്ങൾ, പല മോഡലുകളും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ നിന്നാണ് എല്ലാം എടുക്കാറ്. പിന്നെ ചെറിയ ബട്ടൺ ഹൗസിൽ കയറാറുണ്ട്. പക്ഷേ മെറ്റീരിയൽ എടുക്കാൻ വരുമ്പോൾ പിന്നെ എല്ലാ മെറ്റീരിയൽസ് എടുക്കാൻ വരുമ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് എടുക്കാറ്. പിന്നെ വേറെ 2 കടയിൽ 3 കടയിലൊന്നും കയറണ്ടല്ലോ, എല്ലാം ഈ ഒരു കടയിലുണ്ട്. അത് ഞങ്ങൾ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ബില്ലാക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ബില്ലാക്കണതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ലേസിൻ്റെ അടുത്തേക്ക് വീണ്ടും വന്ന് നമുക്ക് നോക്കി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഇനി അടിക്കാനുണ്ട്, എനിക്ക് വേറെയും തയ്ക്കാനൊക്കെ ഉണ്ട് പുറത്തുനിന്നുള്ളതൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും ലേസൊക്കെ നോക്കാൻ വേണ്ടി കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ ദം ബിരിയാണി ഉണ്ട് ഇവിടെ, പിന്നെ തലശ്ശേരി ബിരിയാണി പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ പാർസൽ വാങ്ങാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വെക്കാൻ നേരമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി പോന്ന്. വണ്ടിയിൽ എണ്ണ ഇല്ല പറഞ്ഞപ്പോൾ അതും അടിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി. അങ്ങനെ അവിടെ നിന്നും എണ്ണ അടിച്ച് ഞങ്ങൾ പോന്ന് വീട്ടിലെത്തി ഞങ്ങൾ പാർസലൊക്കെ തുറന്നെടുത്ത് അതിൽ തന്നെ കഴിക്കുകയാണ്. പിന്നീട് പാത്രം കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ കഴിക്കുകയാണ്. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പരാഗയ്ക്ക് വന്നോളൂ. എല്ലാ തരം മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സീ യു, ബൈ.